എല്ലാവരും ലോകത്തെ മാറ്റുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നു, ആരും സ്വയം മാറുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണ്. സ്നേഹം കൂടിയാലും കുറഞ്ഞാലും സങ്കടമാണ് ഫലം. ജീവിതമാണ് പരീക്ഷിക്കപ്പെടും. നാം ഓരോരുത്തരും ജീവിതത്തിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്. ജീവിതം ഒരു പരീക്ഷണം തന്നെയല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പ്രകൃതിയുടെ മനോഹാരിത കാണാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതൊക്കെ കണ്ട് പ്രകൃതിയുടെ ചെറിയ തണുപ്പും കാറ്റും ഇതൊക്കെ കൊണ്ടുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം. പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ പുറത്തേക്കിറങ്ങുമ്പോൾ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നു, അതിന് സന്തോഷം. പിന്നെ നമ്മുടെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഈ അനുഭവങ്ങൾ കാണുമ്പോൾ തന്നെ വളരെയധികം മനസ്സ് ഹാപ്പിയാവും. ജീവിതമാണ്, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും, മനുഷ്യനാണ്. ഇതൊക്കെ മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, എല്ലാം നേരിടണം. പിന്നെ ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ടതില്ല, സത്യം തുറന്നു പറഞ്ഞാൽ മതി. ഇതൊക്കെ ഏതോ മഹാന്മാർ എഴുതിയ വലിയ വാക്കുകളാണ്. ഇതൊക്കെ ഞാൻ ഇതിൽ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് രാവിലെ അരി അടുപ്പിടാൻ കഴിഞ്ഞാണ്. പിന്നെ അത് അടുപ്പിങ്ങനെ ഊതുന്ന കുഴലാണ്. അതൊക്കെ ഒന്ന് കടിച്ചിട്ട് വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി അവിടേക്ക് ഒന്ന് വൃത്തിയാക്കുകയാണ്. അവിടെ കുറേ കാടൊക്കെ പിടിച്ചെടുപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓലയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ അവിടെ നമ്മുടെ ടി വിയുടെ സ്റ്റാൻഡിൻ്റെ മേലെ പറയുന്നതാണ് ഡിഷ് കേടായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതും എടുത്ത് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അതിലൊരു ആക്രിക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കണം ഇതൊക്കെ. പിന്നെ നമ്മുടെ ഓസ് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. ആ ഓസൊക്കെ അടിക്ക് പറക്കി മാറ്റി. ഓസ് 4 വഴിക്ക് പൊട്ടിയതിൻ്റെ എന്താണ് എങ്ങനെയാണെന്ന് അറിയാം, അതൊക്കെ പൊട്ടിപ്പറി അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ആല് നട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന ബക്കറ്റിനൊക്കെ. ആ ആലിങ്ങനെ വളർത്തിയെടുക്കുകയാണ് ഞാനല്ല, നമ്മുടെ റേച്ചാനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. റേച്ചാനെയാണ് സ്വന്തം ആൽ. ഞാനത് വെള്ളം ഒഴിച്ചു കൊടുക്കും, എങ്കിലും എൻ്റെ സ്വന്തം ആലല്ല, റേച്ചാൻ്റെ ആലാണ്. പിന്നെ നമ്മളൊക്കെ തൂത്തുവൃത്തിയൊക്കെയാണ്. 2 ദിവസം ഇവിടെ ഒരു ഓല വെട്ടിയിട്ടിട്ട് അതിൻ്റെ ഇതിലാണ്. പിന്നെ കുറച്ച് കരിയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയാണ് പരിസരം വൃത്തിയാക്കുന്നത്. എത്ര മനോഹരമാണ് അല്ലേ. അതെ, പരിസരം വൃത്തിയാക്കി കിടന്നാൽ അത് നല്ല കൊതുകുകളൊന്നും ഇല്ലാതെ നമുക്ക് ഹാപ്പിയായിട്ട് നമുക്കവിടെ ജീവിക്കാം. അതെ, എനിക്കും അങ്ങനെ പരിസരമൊക്കെ അടിപൊളിയായിട്ട് നല്ല മിന്നിത്തിളങ്ങി കിടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടി വരും നമുക്ക് ചില നേരത്തൊക്കെ പോസിറ്റീവ് വൈബ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം അടിച്ച് നേരത്തെ അങ്ങ് തൂത്ത് വൃത്തിയാക്കും. പിന്നെ അന്നത്തെ ദിവസം പിന്നെ മൊത്തം ഫുൾ എനർജറ്റിക് പവറോടുകൂടി അവിടെയൊക്കെ മൊത്തത്തിൽ അങ്ങ് നടക്കും. പിന്നെ ചില ദിവസം ഒന്നുമല്ല, ശോകമയമായിരിക്കും വീണ്ടും. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കോഴിക്കൂടിൻ്റെ ഇടയ്ക്ക് അടുത്ത് പോയി. അവിടെ കോഴിക്കുഞ്ഞുങ്ങളും കോഴിയമ്മയും എല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഭയങ്കര തുള്ളിച്ചാട്ടം നടത്തുന്നു. അവർക്ക് ആഹാരമൊക്കെ കൊടുത്തു, അവരത് കഴിച്ചു. പിന്നെ മിക്കിയുടെ കൂട്ടിൻ്റെ അടുത്ത് മിക്കി അവിടെ തലയിട്ട് നോക്കുന്നു. അവരത് അഴിച്ചു വിടുമോയെന്ന് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. അവൻ അഴിച്ചു മാഹവാളിയ, അതുകൊണ്ട് അവന് കൃത്യസമയത്തിന് മാത്രമേ അവനെ അഴിച്ചു കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ അവനിവിടെ കിടന്ന് ഭയങ്കര പൊങ്ങിച്ചാട്ടം ബഹളം. ആകെ ഇവിടെ തൂത്ത് വൃത്തിയാക്കിയ സ്ഥലത്ത് മൊത്തം എന്തെങ്കിലുമൊക്കെ വലിച്ചെടുത്തുകൊണ്ട് വന്ന് ആകെ അലമ്പുണ്ടാക്കും. അതുകൊണ്ട് അവനൊരു ടൈമിൽ മാത്രമേ ഞാൻ അവനെ അഴിച്ചു കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ അവനെ ഞാൻ നേരെയായി വളർത്താനാണ് തീരുമാനിച്ചേക്കുന്നത്. എനിക്ക് ഡിസിപ്ലിൻ എന്താണെന്ന് പഠിപ്പിക്കണം. ആദ്യം എനിക്ക് ഡിസിപ്ലിൻ എന്താണെന്ന് ഞാൻ പഠിച്ചതിന് ശേഷം അവനെ മിക്കവാറും ഞാൻ പഠിപ്പിച്ചിരിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ മുട്ടിരിക്കുന്ന ഒരു പൂക്കളാണ്. അതെ, ഒരു പൂക്കളല്ല, 2-3 പൂക്കളാണുണ്ട് അല്ലേ. അതെ, അതിങ്ങനെ എന്താ ഒരു ചെടിയാണ്. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി ചമ്മന്തിയാണ്. പിന്നെ അത് മറ്റു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 2 ചമ്മന്തിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശയൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾക്കൊരു പിന്നീടാണെങ്കിൽ വെള്ളിയാഴ്ച പോയി കുറച്ച് ഇറച്ചി മേടിച്ചിട്ടുണ്ടോയെന്നുണ്ടായിരുന്നു. നമ്മൾ ബീഫ് സ്റ്റാളിൽ പോയി അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നു. പിന്നെ നമ്മൾ കുറച്ച് കോവയ്ക്ക, മെഴുക്കുവരട്ടി, തോരൻ എന്നിവ വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എനിക്ക് കോവയ്ക്ക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കോവയ്ക്ക തോരനും കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ. കോവൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ആഗ്രഹം. കിലോയ്ക്ക് 80 രൂപ വിലയല്ലേ, അതുകൊണ്ട്. പിന്നെ ഞാൻ പുറത്ത് കടയിൽ വരെ പോയതായിരുന്നു. നമ്മുടെ ജംഗ്ഷനിലുള്ള സൂപ്പർ മാർക്കറ്റ് വരെ ഞാനിങ്ങനെ നടന്നു പോകണം. ഭയങ്കര വെയിലുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. കുടയും കൊണ്ടൊക്കെ പോയെങ്കിലും ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടൊക്കെ നടന്നു. അവിടുത്തെ കടയിലെ ചേട്ടനോട് ചോദിച്ചു, വീഡിയോ പിടിച്ചോട്ടെ. അവർ സമ്മതിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ സ്റ്റാളിനകത്ത് കയറി വീഡിയോ ഒക്കെ പിടിക്കുന്നതാണ്.
അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ക്യാഷൊക്കെ കൊടുത്തു. എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ മോളുടെ സ്കൂളിൽ ബസ്സിൻ്റെ അങ്കിളിനെ കണ്ടു. ബസ് അങ്കിളിനോട് പിന്നെ കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് ബസ് അങ്കിൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടി പോകുന്നതാണ്. പിന്നെ നമ്മളൊരു മിറാൻഡ സ്പെഷ്യലായിട്ട് ഓർഡർ. ഈ മിറാൻഡ എന്ന് വെച്ചാൽ എൻ്റെ പ്രാണനാണ്. മിറാൻഡ കുടിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എങ്കിലും എനിക്കിഷ്ടമാണത്. നല്ലതല്ലേ, പിന്നെ തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുന്നതാണ്. ഇത് നമ്മുടെ ബസ്സങ്ങളാണ് ഞാൻ കാര്യമൊക്കെ പറഞ്ഞത്. പിന്നീട് ബർത്തേക്കറിയുടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലാണ് വന്നിട്ട് നമ്മൾ ഓട്ടോയ്ക്കകത്ത് കയറി വീട്ടിലേക്ക് നേരെ ഇങ്ങ് പോന്നു ഗൈസ്. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ചോറ് കഴിച്ചു. ചോറിൻ്റെ കൂടെ നമ്മുടെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കപ്പ വേവിച്ചതുണ്ടായിരുന്നു. കുറച്ച് സാമ്പാർ വെച്ചത് ഇന്നലത്തെ സാമ്പാറായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി പിന്നെ കുറച്ച് മീൻ വറുത്തതുണ്ടായിരുന്നു. നമ്മൾ മോര് വെച്ച് ഇതൊക്കെ കൂട്ടി നമ്മളൊരു ഊണൊക്കെ അങ്ങ് നടത്തി. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊരു ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ അത് കുടിച്ചതിന് ശേഷം ഇത് നമ്മുടെ എൻ്റെ അനിയത്തി വാങ്ങിച്ചത് ചുരിദാറിൻ്റെ പീസാണ്. അത് കുറച്ച് ദിവസമായി വാങ്ങി തന്നിട്ടുള്ളത്. പക്ഷെ അവളത് ഞാൻ തയ്ച്ചില്ല ഇതുവരെ. എനിക്ക് തയ്ക്കാൻ ഭയങ്കര മടി. എത്രയും പെട്ടെന്ന് തയ്ക്കണം എന്നുള്ള ഒരാഗ്രഹത്തോട് കൂടെ എടുത്ത് നോക്കും. പിന്നെ കൂടെ എടുത്ത് മടക്കി വയ്ക്കും. അങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നതാണ്. അതിന് ശേഷം വീണ്ടും പിന്നീട് തലമാരിയിലേക്ക് കയറ്റി വയ്ക്കും. പിന്നെ എടുത്ത് നോക്കും. ഇതൊക്കെ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും എത്ര പെട്ടെന്ന് ചുരിദാർ തയ്ച്ചു തീർക്കണമെന്ന് വളരെ ആഗ്രഹിച്ചു. അപ്പോൾ ഗൈസ്, ചിന്തകൾ മാറൂ, നിങ്ങളുടെ ലോകം മാറും. സ്വപ്നങ്ങളുടെ ലോകം വിശാലമാക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും അതിനായുള്ള പരിശ്രമവും ഉണ്ടോ? അതിനായി ജീവിതത്തെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. പുതിയ വൈവിധ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അലസതയാകാതെ, ദിവാസ്വപ്നം കാണാതെ കഠിന പരിശ്രമം ആരംഭിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഒറ്റയ്ക്ക് പോരാടൂ, ലക്ഷ്യത്തിന് വേണ്ടി പോരാടൂ. മറ്റുള്ളവരിൽ ആശ്രയം വയ്ക്കാതെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ പഠിക്കുക. വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക. പ്രതികൂല സാഹചര്യങ്ങൾ ഒരു വ്യക്തിയെ കരുത്തുറ്റ വ്യക്തിയായി മാറ്റുന്നു ഗായ്സ്. ഇത് എൻ്റെ മാത്രം വാക്കുകളല്ല, ഇത് എൻ്റെ മാത്രമേ അല്ല വാക്കുകൾ. ഇത് ഏതോ മോട്ടിവേറ്റർ എഴുതിയ വാക്കുകളാണ്. ഞാനിത് കടം മേടിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാലരമയൊക്കെ എടുത്ത് സത്യം പറഞ്ഞ ബാലരമയൊക്കെ എടുത്തുന്നതിൻ്റെ ഇവിടെ കുറച്ച് നേരം വായിച്ചിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.